കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിന് വീണ്ടും ദൈവം നമുക്ക് നൽകുന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. റോമാലേഖനത്തിന്റെ പഠനം നാം തുടർന്നു വരികയായിരുന്നുവല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ 17-18 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിനെ തുടർന്നുള്ള ചില വേദഭാഗങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. പ്രാരംഭമായിട്ട് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റിതോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. ഇതിന്റെ 18-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു എണ്ണലാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതിന്റെ ആദ്യ ഭാഗം നാം എന്നുള്ള പ്രയോഗത്തിലാണ് തുടങ്ങുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്ന തേജസ്സിനെ കുറിച്ച് ഓർത്താൽ അതിനോട് താരതമ്യം അല്ലെങ്കിൽ തുലനം ചെയ്യുകയാണെങ്കിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണേണ്ടതാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു എണ്ണലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരം ഇല്ല എന്നുള്ളത് എണ്ണലാണ്. അത് ബുദ്ധിമുട്ടില്ലാത്തതോ വേദനയില്ലാത്തതോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ സാരമുള്ളതായിട്ട് പരിഗണിക്കുവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും കഷ്ടതയോടുള്ള ബന്ധത്തിലുണ്ട്. എന്നാൽ പൗലോസ് ആ കഷ്ടതകളുടെ മുമ്പാകെ, യാഥാർത്ഥ്യങ്ങളുടെ മുമ്പാകെ, ആ വേദനയുടെ മുമ്പാകെ താൻ അത് സാരമില്ല എന്ന് എണ്ണും. എന്താ ഈ സാരമില്ല എന്ന് പറഞ്ഞാൽ? ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വലുതായിട്ട് ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഞാൻ നിസ്സാരമായിട്ട് പരിഗണിക്കുന്നു. പലപ്പോഴും ഈ ഒരു കണക്കിടൽ നമുക്ക് സാധിക്കാതെ വരാറുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്രകാരം ഒരു എണ്ണൽ നടത്തുന്നത്? പൗലോസിന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായം അവസാന ഭാഗങ്ങളിലും, അതുപോലെ 4-ാം അധ്യായം അതിന്റെ പകുതി തുടങ്ങിയ ഭാഗങ്ങളിലും നമുക്ക് പൗലോസ് തന്റെ വിശ്വാസ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ച്, സമാനതകളില്ലാത്ത വേദനകളെ കുറിച്ച്, മരണത്തോളം ആയിപ്പോയതും അതുപോലെ ദീർഘമായി നീണ്ടു നിൽക്കുന്ന ഉപദ്രവങ്ങളും സഹനങ്ങളും പൗലോസിനുണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത്തരം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളെ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് പൗലോസിന് കാരണമായിട്ട് തീർന്നത് താൻ അതിന്റെ മറുവശത്ത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, അല്ലെങ്കിൽ പൗലോസ് ഒരു ദൈവവേദൻ എന്നുള്ള നിലയിൽ തനിക്ക് ലഭിക്കുവാനായിട്ട് ഇരിക്കുന്ന തേജസ് വിചാരിച്ചപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ തുലോം നിസ്സാരമാണ്. അതുകൊണ്ട് സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് സാധിക്കും.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് സാധിക്കാതിരിക്കുന്നതിന് ഈ കാലത്തിലെ കഷ്ടങ്ങൾ അത് ഭീമാകാരമാണ്, അത് വലുതാണ് എന്നുള്ള നമ്മുടെ ചിന്ത ഉള്ളത് കൊണ്ടാണ് അതിനെ നിസ്സാരമായിട്ട് അവഗണിക്കുവാൻ നമുക്ക് സാധിക്കാതിരിക്കുന്നത്. അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും എപ്രകാരം അതിനെ വിലയിരുത്തുന്നുവോ അതിനനുസരിച്ചുള്ള സാരവും സാരമില്ലായ്മയും ആയിരിക്കും കഷ്ടതകളോടുള്ള ബന്ധത്തിൽ വിശ്വാസികൾക്കുള്ളത്. എന്നാൽ അതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ലോകത്തിലെ ഏത് കഷ്ടതയും സാരമില്ല എന്ന് എണ്ണുവാൻ, അതിന് വേദനയില്ലെന്നോ വേദന കുറവെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ അത് സാരമില്ല, അത് നിസ്സാരമാണ്, അത് അവഗണിക്കത്തക്കതാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുത്തും പോകാതിരിക്കുവാൻ യേശു കർത്താവിനെ ധ്യാനിച്ചുകൊള്ളുവിൻ, പാപികളാൽ തനിക്ക് നേരിട്ട വിരോധങ്ങളെ സഹിച്ച യേശു കർത്താവിനെ ധ്യാനിച്ചുകൊള്ളുവിൻ എന്ന് പറയും. ക്ഷീണവും മടുപ്പും ഒക്കെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്ഷീണിച്ചു പോകുമ്പോൾ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലി എന്ന് പറയുന്നത് പാപികളാൽ തനിക്കുള്ള വിരോധം സഹിച്ച യേശു കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്. അപ്പൊ അത് ധ്യാനിക്കുമ്പോൾ യേശു കർത്താവിന്റെ കഷ്ടതകളും അല്ലെങ്കിൽ താൻ നേരിട്ട ഉപദ്രവവും സഹനങ്ങളും ഒക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ക്ഷീണവും മടുപ്പുമൊക്കെ മാറിപ്പോകും. ഇത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. പലപ്പോഴും നമ്മുടെ ഈ കാലത്തിലെ കാര്യങ്ങളെ നാം വലിയ മൂല്യമുള്ളതായിട്ട് കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിസ്തീയ തത്വങ്ങൾ നമുക്ക് അപ്രാപ്യമായിട്ടിരിക്കുന്നത്. പൗലോസ് ചില ഉദാഹരണങ്ങൾ താഴോട്ട് നൽകുകയാണ്, അല്ലെങ്കിൽ അത് താൻ തെളിയിക്കുകയാണ് താഴോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ കാലത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ വിശ്വാസിക്ക് നേരിടുന്ന കഷ്ടങ്ങൾ സാരമില്ല? അതിന് കാരണമായിട്ട് അല്ലെങ്കിൽ അതിനൊരു തെളിവായിട്ട് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ ദ്രവത്വവും അവയുടെ വീഴ്ചയും അത് എത്രമാത്രമാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുക. ഞാൻ അതിനകത്ത് 22-ാമത്തെ വാക്യത്തിൽ ഒന്ന് കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് 19-ലേക്ക് കടന്നു വരാം. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റിനോടിരിക്കുന്നു എന്ന് നാം അറിയും. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റിനോടിരിക്കുന്നു എന്ന് നാം അറിയും. അതിന്റെ 20-ാമത്തെ വാക്യം, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച്, അതിന്റെ ഒരു ഞരക്കത്തെക്കുറിച്ച്, അതിന്റെ ഒരു ഗ്രോണിങ്ങിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ സൃഷ്ടി അതിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാതെ വരുന്നതിലുള്ള ഞരക്കമാണ് സൃഷ്ടിക്കുള്ളത്. ഇനി അത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നോട് നാം വായിക്കും, അല്ലെ? അത് സബ്ജക്ട് ടു വാനിറ്റി. സൃഷ്ടി വാനിറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ അത് ശൂന്യതയിലാണ്, അതിനൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഞരക്കത്തിന്റെ കാര്യം. എന്താ എംപ്റ്റിനെസ് ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ശൂന്യത ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഏകാന്തതകളിലോ അല്ലെങ്കിൽ ചിന്താതലങ്ങളിലോ ഒക്കെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാറുണ്ട്. എന്താ ആ ശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊരു ഉത്തരവാദിത്വത്തിലാണോ എന്നെ ആക്കി വെച്ചിരിക്കുന്നത് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അതൊരു ശൂന്യതയാണ്. അത് എന്തിലാണ്? അത് വാനിറ്റിയിലാണ്. എംപ്റ്റിനെസ്, യൂസ്ലെസ്നെസ് ആണ്, അല്ലെ? വിത്തൗട്ട് പർപ്പസ്, ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒരു യാത്രയാണ് സൃഷ്ടി. എന്നിട്ട് അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു? മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ അങ്ങനെ ആയിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടല്ല, സൃഷ്ടിയുടെ എന്തെങ്കിലും അപാകത കൊണ്ടല്ല അത് സംഭവിച്ചത്. അതിന് ഉത്തരവാദി സൃഷ്ടിയല്ല. ക്രിയേഷൻ എന്നിവിടെ പറയുമ്പോൾ സർവപ്രപഞ്ചവും അതിനകത്ത് ഉൾപ്പെടുന്നു. അതിനകത്ത് ഭൗതിക വസ്തുക്കളും അതുകൂടാതെ ജീവജാലങ്ങളും സകല സാഹചര്യങ്ങളും
മനുഷ്യകുലവും എല്ലാം അതിനകത്ത് ഉൾപ്പെടുകയാണ്. സർവ സൃഷ്ടിയും എന്താ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് മനഃപൂർവ്വമായിട്ടല്ല. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അതിന്റെ എംപ്റ്റിനെസ്സിന് കാരണക്കാരൻ സൃഷ്ടിയല്ല, പിന്നെയോ അതിന് കാരണക്കാരൻ ആരാ? മനുഷ്യനാണ്. മനുഷ്യന്റെ പാപം നിമിത്തം സർവ സൃഷ്ടിയും എന്താ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. നാം പലപ്പോഴും അതിനെ ഇങ്ങനെ പറയാറുണ്ട്, എന്താ മായാലോകം എന്നൊക്കെ പറയാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു? അതിന്റെ അർത്ഥം ശരിക്ക് കണ്ടെത്തിയത് ശലോമോനാണ്. ശലോമോൻ സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്, ആ മായ സകലവും മായ എന്ന് പറഞ്ഞാൽ അതിന് കാരണം പലതുണ്ട്. അതിന്റെ അധ്വാനങ്ങൾ കൊണ്ടോ സൃഷ്ടിയുടെ പ്രത്യേകതകൾ കൊണ്ടോ അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു ഉദ്ദേശവും സാധിക്കുന്നില്ല എങ്കിൽ എന്താ അത് വാനിറ്റിയില് ആണ്. സഭാപ്രസംഗി 1-ാം അധ്യായം 2, 8, 18, 11, 16 ഇങ്ങനെയുള്ള സകല വാക്യങ്ങൾ നിങ്ങൾ നോക്കിയോളൂ. ആദ്യത്തെ 2 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കും. സൂര്യന് കീഴേ. അപ്പോ ഈ കാലത്തിലെ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ സർവസൃഷ്ടിയും എന്താ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്തിനാണ് ദൈവം പകലും രാത്രിയും സൃഷ്ടിച്ചത്? പകലും രാത്രിയും സൃഷ്ടിച്ചത് കാലങ്ങളെ അറിയുവാൻ മാത്രമല്ല, കാലങ്ങളെ അറിയുവാൻ വേണ്ടിയിട്ടാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിച്ചത്. എന്നാൽ ഈ പകലും രാത്രിയും സൃഷ്ടിച്ചത് രാത്രി വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്? ആണ്. അങ്ങനെയാണ് സന്ധ്യയായ വിശ്വസമായ 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറഞ്ഞു. ഇന്ന് റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. രാത്രി ആർക്കാ വിശ്രമം ഉള്ളത്? വിശ്രമിക്കാൻ എത്ര സമയമാണ് കിട്ടുന്നത്? അപ്പൊ രാത്രി കൊണ്ടുള്ള ഉദ്ദേശം ഭൂമിയിൽ സാധിക്കുന്നില്ല അല്ലെ. ഭൂമിയും അതിന്റെ സകല വിഭവങ്ങളും അതിന്റെ നിർമ്മിതിക്ക് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്നാൽ ആ റിസോഴ്സസ് അതിനല്ലാതെ മറ്റെന്തിനു ഉപയോഗിച്ചാലും എന്താ അത് നാസ്തിയാണ്. ദൈവഹിതപ്രകാരം അല്ലാത്ത ഉപയോഗങ്ങൾ ഈ റിസോഴ്സസിൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഉദ്ദേശം സാധ്യതമാകും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊക്കെ വാഹനമുള്ളവരാണല്ലോ. കാർ, എന്തിനാ കാർ നിർമ്മിച്ചിരിക്കുന്നത്? കാർ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ ഞാൻ ഒരാളെ കൊല്ലുവാനുള്ള ഉപകരണമായിട്ട് ഞാൻ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാറിന്റെ ഉദ്ദേശം അതല്ല. അപ്പോ അങ്ങനെയുള്ള ദുർവിനിയോഗങ്ങൾ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അനിമൽ വേൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ അങ്ങനെയാണോ സൃഷ്ടിച്ചത്? ഒരു ജീവി മറ്റൊരു ജീവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് സയൻസിൽ പഠിക്കുന്ന ഭക്ഷ്യചക്രങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചക്രത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മൃഗജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. സൃഷ്ടിയിലെ ജൈവ വൈവിധ്യങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. എന്നാൽ ഈ മൃഗങ്ങളിലെ മൃഗീയ വാസനകൾ അത് ഒരിക്കലും ദൈവം ഉദ്ദേശിച്ച് സൃഷ്ടിച്ചതല്ല. എന്നാൽ ഇന്ന് അനിമൽ വേൾഡ് തന്നെ പരസ്പര വൈരത്തിലാണ് അല്ലെ. ഇനി മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ സൃഷ്ടിയോ, അതും ദൈവഹിതപ്രകാരം കാര്യങ്ങളെ ഈ ഭൂമിയെ പരിപാലിക്കുക, മൃഗജാലങ്ങളെ ഒക്കെ നയിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇന്നത് സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ സൃഷ്ടി മുഴുവൻ എന്തല്ല ദാസ്യത്വത്തിലാണ്, ദ്രവത്വത്തിലാണ്, അത് വാനിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ സംഭവങ്ങൾ മൂല്യമുള്ളതായിട്ട് നാം കാര്യങ്ങളെ മൂല്യമുള്ളതായിട്ട് കണ്ടിട്ട് കാര്യം. ശലോമോൻ അതാണ് പറഞ്ഞത്. എന്താ? അധ്വാനം എല്ലാം വൃഥാ പ്രയത്ന പറഞ്ഞിരിക്കും. ഈ കഠിന പ്രയത്നമൊക്കെ വെറുതെ എന്നാ പറഞ്ഞിരിക്കും. അധ്വാനിച്ച് കാര്യങ്ങളൊക്കെ സമ്പാദിക്കും, എന്നിട്ട് ദുഷ്ടൻ ഇതൊക്കെ വെച്ചേച്ച് പോകും. വേറെ ആർക്കെങ്കിലും അതെന്ത് ചെയ്യും? ഉപകാരപ്പെടും. അധ്വാനിക്കുന്നവന് അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നു. അതെ. അപ്പോ അവന്റെ അധ്വാനമാകട്ടെ, ഇനി അവന്റെ ശക്തിയാകട്ടെ, ആരോഗ്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കുക അതിന്റെ ഒരു സമ്പത്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ്. അത് വാനിറ്റിയാണ്. അതിനകത്ത് യാതൊരു നിലനിൽപ്പുമില്ല അല്ലെ. അപ്പൊ എന്നെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഉപാധികളെല്ലാം തന്നെ അത് വാനിറ്റിയാണ്, അത് മായയാണ്.
അതിനകത്ത് സ്ഥായിയായ ഒന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കാലത്തിലെ കാര്യങ്ങൾക്കൊന്നും സ്ഥായിയായ നിലനിൽപ്പില്ല. അതിന്റെ മൂല്യത എന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്. അത് നിത്യതയോടുള്ള ബന്ധത്തിൽ വിലയിരുത്തുവാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുവാനോ ഒരു വിധത്തിലും നമുക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ഈ കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു മൂല്യ ഗണന സമ്പ്രദായം അല്ല. ഇനി എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ഈ അവസ്ഥ വന്നത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3:17 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവം നൽകാതെ വണ്ണം അതായിത്തീർന്നു. നമുക്കൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഏതൊക്കെ മേഖലകളിലാണ് പാപം സ്വാധീനിച്ചത്? ഈ കാര്യമാണ് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 17 മുതൽ അതിന്റെ 14 മുതൽ വായിക്കാം. ഓക്കെ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ് കൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചതോ, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. അപ്പോ ഭൂമിയല്ല ഉത്തരവാദി, പിന്നെയോ നീ നിമിത്തം, ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. നിന്റെ ആയുഷ്കാലത്തൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കുവാൻ പാകത്തിന് ഭൂമി ശപിക്കപ്പെട്ടു, വീഴ്ച സംഭവിച്ചു. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. അല്ലെ? നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ശ്രദ്ധിച്ചോണേ, ഈ പറഞ്ഞ കാര്യങ്ങളില് സകല വിധത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുമുള്ള വീഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ദ്രവത്വത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോ സൃഷ്ടി ദ്രവത്വത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് അതിന്റെ തുടക്കം. അതിനു മുമ്പ് അപ്രകാരം ആയിരുന്നില്ല. അപ്പൊ ഇന്നത്തെ ഡെത്ത് ആകട്ടെ, സഫറിങ്സ് ആകട്ടെ, അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ദുഷ്ടതയാകട്ടെ, വയലൻസ് ആകട്ടെ, ഇതിനൊക്കെ കാരണമായിട്ട് തീർന്നത് പാപമാണ്. അതിന്റെ ഫലമായിട്ട് സൃഷ്ടി അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം സാധിക്കാതെ വണ്ണം, അത് നിവർത്തിക്കാതെ വണ്ണം അത് ഞരങ്ങിക്കൊണ്ട് ഇരിക്കുന്നു. ഓക്കെ. ഇനി ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ 3 പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ സൃഷ്ടി എങ്ങനെയായിരുന്നു, പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ അതിന്റെ 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുപിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയും. സൃഷ്ടിയെക്കുറിച്ച് ഒരു യാഥാർത്ഥ്യം ഇവിടെ പറയുകയാണ്. എന്താ? ദൈവത്തിന്റെ സൃഷ്ടി, പണ്ട് വചനത്താൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. വീണ്ടും രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? രണ്ടാമതായിട്ട് അന്നുള്ള ലോകം ജലപ്രളയത്താൽ എന്ത് ചെയ്തു? മുങ്ങി നശിച്ചു. ആ സൃഷ്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് മാത്രമല്ല, അത് ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു. വീണ്ടും ഇപ്പോഴത്തെ ലോകം, ഇന്ന് നാം കാണുന്ന ലോകം, ഓക്കെ, അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതിനും പൂർണ്ണമായിട്ടൊരു നാശം ഉണ്ട്. മാത്രമല്ല, അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക്. ഓക്കെ, ഭക്തികെട്ട മനുഷ്യരുടെ നാശം സംഭവിക്കുക. അപ്പൊ ഒരു ന്യായവിധി എന്ന് പറയുന്നത് സൃഷ്ടി മുമ്പിൽ കാണുകയാണ്.
അപ്പൊ അതുകൊണ്ട് സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. സൃഷ്ടിക്കാൻ വാസ്തവത്തിൽ ആ ഞരക്കമുണ്ടോ? നാം പലപ്പോഴും സൃഷ്ടിയെ അഭൗതിക വസ്തു അല്ലെങ്കിൽ ജീവനില്ലാത്തത് കൊണ്ട് ബുദ്ധിയില്ല എന്നൊക്കെ പറയാം. എന്നാൽ പൗലോസ് ഇവിടെ ഒന്നുകിൽ സൃഷ്ടിയെ പേഴ്സോണിഫൈ ചെയ്ത് ഒരു വ്യക്തി എന്ന് സങ്കല്പിച്ച് അതെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള നിലയിൽ പറയുന്നതായിരിക്കാം. അതല്ല എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെ ഒരു ഉദാഹരണമായിട്ട് തന്റെ ഭാവനയിലൂടെ ഈ സൃഷ്ടിയുടെ ആ മനോഭാവത്തെ വിശദീകരിക്കുന്നതാകാം. രണ്ടായാലും വിരോധമില്ല. പക്ഷെ സൃഷ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. സൃഷ്ടിക്ക് ഇതൊന്നും സഹിക്കുന്നില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, സൃഷ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് അല്ലെ? എന്താ ഉത്തരവാദിത്വം? ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്താ? ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിന് വേണ്ടി കാത്തുകൊണ്ട് അല്ലെ, അതിങ്ങനെ കാത്തിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ദൈവമക്കളുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത് സൃഷ്ടിയെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമാണ്. ആണ്. പിന്നെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ഭൂമിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളുണ്ടോ? ഉണ്ടല്ലേ? സാക്ഷി നിൽക്കുന്നതായിട്ട് നമുക്കറിയാം അല്ലെ? അപ്പൊ ആ നിലയില് ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ള നിലയില് അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റും. ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അതിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു അല്ലെ? പകലിന് വാക്ക് പൊഴിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ സർവ്വചരാചരങ്ങളും അല്ലെങ്കിൽ സർവ്വ സൃഷ്ടിയും ദൈവത്തെ പുകഴ്ത്തുന്നതായിട്ടൊരു വാക്യം കാണാൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. അവിടെ അതിന്റെ 13-ാമത്തെ വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു എന്നറിയുന്നു. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് സൃഷ്ടി വന്ന് ദൈവത്തെ പുകഴ്ത്തുന്നു സംസാരിക്കുന്നു എന്നുള്ളത് അർത്ഥത്തിലല്ല. പിന്നെയോ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. ടു ഗ്ലോറിഫൈ ഗോഡ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. സൃഷ്ടിയും വർണ്ണവും അല്ലെങ്കിൽ ജീവജാലങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതിന് തന്നെ മഹത്വം എടുക്കാനല്ല, പിന്നെയോ അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം. ഏതാ സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ഭൂമിക്ക് കീഴിലുള്ള സകല സൃഷ്ടിയും, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു നിലയിലേക്ക് ഇത് മാറ്റപ്പെടുകയാണ്. സൃഷ്ടി രൂപാന്തരപ്പെടുകയാണ്. എന്നാൽ ഇന്ന് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം അതിനകത്ത് വലിയ കറപ്ഷൻ നമ്മൾ കാണുന്നു. അപ്പോ സൃഷ്ടിക്കൊരു വിടുതലുണ്ട്. സൃഷ്ടിക്ക് അതിന്റെ ദാസ്യത്വത്തിൽ നിന്നും ദ്രവത്വത്തിൽ നിന്നും ഒരു വിടുതലുണ്ട്, ഒരു ഉദ്ധാരണമുണ്ട്. അത് എന്ന് പറയുന്നത് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഭൂമി അതിന്റെ അനുഭവം നൽകുകയില്ല എന്നും മനുഷ്യന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതങ്ങനെ ശാപമായിട്ട് തുടരുവാനോ അല്ലെങ്കിൽ അങ്ങനെ അവസാനിക്കുവാനോ ദൈവം എന്ത് ചെയ്തില്ല, ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തില് നമ്മൾ വായിക്കുന്നത് എന്താണ്? 20-ാമത്തെ വാക്യം എന്താ? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ആശ എന്ന് പറയുന്നത്, അതിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ ദ്രവത്വം മാറണം, അതിന്റെ ശാപം മാറണം, അതിന്റെ ഫലശൂന്യത മാറണം. ഇന്നത്തെ രീതിയിൽ നിലയിൽ പാപത്തിന്റെ ഫലമായിട്ട് അത് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് അത് ഞരങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ സൃഷ്ടിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിവസമുണ്ട്, there is a day. ആ ദിവസം എന്ത് സംഭവിക്കും? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. അതിന്റെ ശാപത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കും. അത് സൃഷ്ടിയുടെ എന്താ പുനരുദ്ധാരണമാണ്, അല്ലെങ്കിൽ അതിന്റെ വീണ്ടുമുള്ള അതിന്റെ ഫംഗ്ഷനിലേക്ക്, ശരിയായ ഫംഗ്ഷനിലേക്ക് അതിനെ മടക്കി കൊണ്ടുവരും എന്നുള്ളതാണ് അവിടെ നാം കാണും. എഫേസ്യർ 1-ന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്യന്തിക നിർണയത്തെക്കുറിച്ച് അവിടെ വെളിവാക്കുമ്പോൾ
സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. അപ്പൊ ആ നിലയില് ഒരു ഒരു ഉദ്ദേശം, ഒരു പർപ്പസ് സൃഷ്ടിയെ കുറിച്ച് ദൈവത്തിന് ഉണ്ട്. ഓക്കെ. പിന്നെ കൊലോസ്യലേഖനം 1:20, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുക. ഇതൊരു പക്ഷേ അതിനകത്തുള്ള മനുഷ്യരോടുള്ള ബന്ധത്തിലാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 3:21, അപ്പോസ്തല പ്രവൃത്തികൾ 3:21, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 3:21 വാക്യം. ഓക്കെ. നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട അതിന്റെ 19 മുതൽ വായിക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞ് കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അണ്ടിൽ ദി ടൈംസ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം. അപ്പോ യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിലും സൂചന ലഭിക്കുന്നു. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, സൃഷ്ടി എന്ന ദാസ്യത്വത്തിലാണ്, അത് ഞരക്കത്തിലാണ്, അത് അതിന്റെ ശരിയായിട്ടുള്ള സൃഷ്ടിയുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താ, സൃഷ്ടിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രതീക്ഷകളുണ്ട്. എന്തൊക്കെ പ്രതീക്ഷകളാണ് സൃഷ്ടി വച്ചു പുറപ്പെട്ടത്? 19ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇറ്റ് നോസ് ദി റെവലേഷൻ ഓഫ് ദി സൺസ് ഓഫ് ഗോഡ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടുണ്ട് എന്ന് സൃഷ്ടി മനസ്സിലാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആകാംക്ഷയോടെ, സോ വെയിറ്റിംഗ് ഈഗർലി, വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്താ കാത്തിരിക്കുന്നത്? ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. എന്താ ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിന്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയ, വീഴ്ച സംഭവിച്ചു പോയ മനുഷ്യനെ ദൈവം കാൽവറി ക്രൂശിൽ തന്റെ പുത്രനെ യാഗമാക്കിക്കൊണ്ട് അവർക്കൊരു വീണ്ടെടുപ്പും വിടുതലും നൽകിയിട്ട് തന്റെ രക്തം മറുവിലയായിട്ട് കൊടുത്ത് മനുഷ്യകുലത്തിൽ നിന്ന് രക്ഷയ്ക്കായിട്ട് നിയമിച്ച മനുഷ്യപുത്രന്മാർ, സൺസ് ഓഫ് ഗോഡ്, അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രന്മാരെ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല, അത് മറഞ്ഞു കിടക്കുകയാണ്. അത് ഇന്നൊരു മിസ്റ്ററി ആയിട്ട്, ഒരു നിഗൂഢതയായിട്ട് നിൽക്കുകയാണ്. ആര്, എവിടെ, എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാൽ അതിന്റെ ഒരു വെളിപ്പാടുണ്ട്, ഒരു പ്രദർശനമുണ്ട്, റിവീല് ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ സൃഷ്ടി ആകാംക്ഷയോടെ നോക്കി പാർത്തിരിക്കും. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട മനുഷ്യ സമൂഹത്തെ ദൈവം പുത്രൻ മുഖാന്തരം വീണ്ടെടുത്ത് തന്റെ മക്കളാക്കി തീർത്ത് അങ്ങനെ ഉള്ള ഒരു കൂട്ടത്തിന്റെ വെളിപ്പാട്, ഇതാ നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയെ തിരികെ പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതിയെ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം, അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ദൈവപുത്രന്മാരുടെ കാണുവാൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. ശരിയാ, ദൈവമക്കളാണ്. ഇന്ന് നാം ദൈവമക്കളാണ്, സംശയമൊന്നുമില്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് അത് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള സാക്ഷാത്കാരത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അത് ഒരു ദിവസം എന്ത് ചെയ്യാൻ പോവുകയാണ്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അതാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന് പറയുന്നത്. അതായത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ദൈവം തേജസ്സോടുകൂടെ പിതാവിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഊനവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, ഒരെണ്ണവും പോകാതെ കൃത്യമായിട്ട് വീണ്ടെടുപ്പിന്റെ വലിയ പദ്ധതി റിവീല് ചെയ്യപ്പെടുമ്പോൾ അതിനെ ആര് നോക്കിക്കാണുകയാണ്?
സർവപ്രപഞ്ചവും അതിനെ ആകാംക്ഷയോടുകൂടെ നോക്കി കാണുകയാണ്, നോക്കി പാർക്കുകയാണ്. യേശു കർത്താവിന്റെ ക്രൂശിലെ രക്തത്താൽ സമ്പാദിച്ച ഒരു ദൈവജനം, ദൈവപുത്രന്മാർ, അത് അതിന്റെ മുഴുവൻ അളവിൽ, അതിന്റെ പൂർണ്ണ സംഖ്യയിൽ, അതിന്റെ പൂർണ്ണ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അതാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ആ വെളിപ്പാടിനെ സൃഷ്ടി ആകാംക്ഷയോടുകൂടെ നോക്കി പാർക്കും. രണ്ടാമതായിട്ട്, it knows its deliverance from the bondage of corruption. ഈ സൃഷ്ടിയെ സംബന്ധിച്ച് അത് ബന്ധനത്തിലാണ്, അത് കറപ്ഷനിലാണ്. ആ കറപ്ഷൻ അല്ലെങ്കിൽ അതിന് വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ആ വീഴ്ചയിൽ നിന്ന് അതിനൊരു ഡെലിവറൻസ് ഉണ്ട്, അല്ലെ? ആ വിടുതലിനെ, ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതലിനെ എന്ത് ചെയ്യുന്നു? അത് ആശയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പാപം നിമിത്തം പ്രപഞ്ചത്തിന് സംഭവിച്ച സകല വീഴ്ചകളെ അത് മുഴുവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? അതിനെ മാറ്റിയിട്ട് പുനരുദ്ധരിക്കപ്പെടാൻ പോവുകയാണ്. അതിന് മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വിടുതലിനെ കുറിച്ച്, അതിന്റെ ഡെലിവറൻസിനെ കുറിച്ച് ഭൂമി അതിന്റെ അനുഭവം നൽകുവാൻ തക്കവണ്ണം, ഭൂമിയിലെ മുള്ളും പറക്കാരെയും മുളയ്ക്കാതെ വണ്ണം, ഭൂമി അതിന്റെ അനുഭവം നൽകുവാൻ തക്കവണ്ണം, അതിന്റെ സകലവിധ സ്പ്ലെൻഡറിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഈ പ്രപഞ്ചത്തിന് ദൈവം അവസരം ഒരുക്കിയിരിക്കും. അതിന്റെ ദാസത്വത്തിനുള്ള വിടുതലിനെ അത് ആശയോടുകൂടെ നോക്കി കാണുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. എന്താ ഈ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം? അത് എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഇതിനോട് ചേർത്ത് നമുക്ക് 23-ാം വാക്യം, വിശ്വാസിയുടെ ഞരക്കം എന്താണ്? ഗ്രോണിങ് എന്താണ്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അതിനു വേണ്ടിയിട്ട് വിശ്വാസി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു എന്നാണ് 23-ാമത്തെ വാക്യത്തിൽ. ഇതേ കാര്യം സൃഷ്ടിയും എന്ത് ചെയ്യുകയാണ്? ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്, അല്ലെ? ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. അപ്പൊ പ്രപഞ്ചത്തിന് അറിയാം എന്താ? ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ഭൂമിയില് അനേക ദൈവമക്കളുടെ, ദൈവഭക്തന്മാരുടെ ശവശരീരങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. അനേക ദൈവമക്കൾ എന്ത് ചെയ്യുകയാണ്? ഈ ഭൂമിയിൽ കുഴിച്ചിടപ്പെട്ടിരിക്കുകയാണ്, മരണപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ മരണപ്പെട്ടിരിക്കുന്ന സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. അവർ പുതിയ ശരീരം, രൂപാന്തരപ്പെട്ട ശരീരം, തേജസ്സോടുകൂടെയുള്ള ശരീരം അവർ പ്രാപിക്കാൻ പോവുകയാണ്. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിന്റെ പുനരുത്ഥാനവും അതോടൊപ്പം തന്നെ ജീവനോടിരിക്കുന്ന ദൈവമക്കളുടെ രൂപാന്തരം. ഇത് രണ്ടുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സൃഷ്ടി ആകാംക്ഷയോടുകൂടെ അല്ലെങ്കിൽ ആശയോടുകൂടെ അത് കാത്തിരിക്കുന്നു എന്നാണ് നാം അവിടെ കാണുന്നത്. അപ്പോ സർവസൃഷ്ടിയും എന്ത് ചെയ്യുകയാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവമക്കളുടെ കാത്തിരിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടുകൂടെയുള്ള കാത്തിരിപ്പിനെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പൊ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നത്, അത് ദൈവമക്കൾ കാത്തിരിക്കുന്നു. അതുപോലെ സൃഷ്ടിയും എന്തിരിക്കുകയാണ്? അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെ?
ഇനി പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം. ദൈവമക്കൾ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? 13-ാമത്തെ വാക്യം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പുതുക്കപ്പെട്ട ഒരു ആകാശം, പുതുക്കപ്പെട്ട ഒരു ഭൂമി, അതിനു വേണ്ടിയിട്ട് നാം കാത്തിരിക്കുന്നു. അത് മാത്രമല്ല, വീണ്ടും അനേക കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. അപ്പൊ ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് ദൈവമക്കൾ കാത്തിരിക്കുന്നുണ്ട്. എന്താണ് വാഗ്ദത്ത നിവൃത്തി? ആ വാഗ്ദത്ത നിവൃത്തി എന്ന് പറയുന്നത് കർത്താവിന്റെ വീണ്ടും വരവ് തന്നെയാണ്, അവന്റെ മടങ്ങി വരവ് തന്നെയാണ്. സകലവും യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം തന്നെയാണ്. ഇനി വീണ്ടും 10-ാമത്തെ വാക്യത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴുവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരാകണം. നോക്കണേ, ഇവിടെ ഇതാ ഭൂമി ചുട്ടഴിയാൻ പോവുകയാണ്. അതിനെ മാറ്റി പുതിയ ആകാശ ഭൂമിയിലേക്ക് രൂപാന്തരപ്പെടുത്തുകയാണ്. അത് ദൈവ ദിവസത്തിന്റെ വരവിനെ കുറിച്ച് കാത്തിരിക്കുക. അപ്പോ അതിന്റെ തൊട്ടടുത്ത വാക്യം 14-ാം വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക. അപ്പൊ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഭാവിപരമായിട്ടുള്ള ഒരു വലിയൊരു പ്രൊലോങ്ഡ് ലിസ്റ്റ് ഉണ്ട്, ഒരു വലിയ കാത്തിരിപ്പുണ്ട്. ഇതെല്ലാം ദൈവമക്കളുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോ കർത്താവിന്റെ വരവാണ് നാം വളരെ ഏറ്റവും വേഗം ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം. എന്നാൽ കേവലം കർത്താവിന്റെ വരവ് മാത്രമല്ല, അതിനെ തുടർന്ന് ദൈവിക പദ്ധതിയിലെ സകല കാര്യങ്ങളും പുരോഗമിക്കുന്നത് ദൈവമക്കളുടെ കാത്തിരിപ്പിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ ആ നിലയില് വെയിറ്റിംഗ്, നമ്മൾ കാത്തിരിക്കുന്നത് പുനരുത്ഥാന ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെ? ഇനി വീണ്ടും ഫിലിപ്പിയ ലേഖനം 3-ന്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ? പരമവിളിയുടെ വിരുദ്ധനായിട്ട് അതിനുവേണ്ടി താൻ എന്ത് ചെയ്യാൻ അവൻ ബന്ധപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ട് സകല പ്രയത്നവും കഴിക്കുകയാണ്. ഒരു വിരുദിനായിട്ട്, ഒരു പ്രതിഫലത്തിനായിട്ട് താൻ വളരെ ആവോളം ശ്രദ്ധയോടുകൂടെ ജാഗരിക്കുകയാണ്. അതും രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പ് തന്നെയാണ്. അപ്പൊ ആ നിലയില് അനേക കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നാം കാത്തിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ദൈവമക്കളുടെ കാത്തിരിപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇതെല്ലാം അതിനകത്തുണ്ടെങ്കിൽ തന്നെ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുവാൻ, അല്ലെങ്കിൽ പ്രതിഫലം, ഇതെല്ലാം അതിനകത്തുള്ളതാണ്. പക്ഷെ ദൈവമക്കളുടെ ഏറ്റവും വലിയ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിത്വമാണ്. അത് കർത്താവായ യേശുക്രിസ്തു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷത. യേശു കർത്താവിന്റെ പ്രത്യക്ഷത, പ്രവചന പുസ്തകത്തിലെ ഒരു ചോദ്യം ഇങ്ങനെ, നിങ്ങൾ ഏതിനായിട്ട് കാത്തിരിക്കുന്നു? ഏതിനായിട്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കാത്തിരിപ്പ് ഏതിനായിട്ടുള്ള കാത്തിരിപ്പ്? പിന്നെയോ ദൈവമക്കളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യവും കാത്തിരിപ്പും എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതാകുന്നു നമ്മുടെ പ്രത്യാശ. പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കും. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റീവ്, ബട്ട് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. ഏതെങ്കിലും വിഷയങ്ങളിലുള്ള ഒരു കാത്തിരിപ്പല്ല, പിന്നെയോ അത് ഒബ്ജക്റ്റീവാണ്. അത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ലിബറേഷൻ ഓഫ് ദി ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവമക്കളുടെ വിടുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, അത് പ്രാപിക്കും എന്നുള്ള ആ കാര്യത്തില് എന്ത് ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ് സൃഷ്ടി എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് 23 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ ഒരു വലിയ പ്രത്യാശയുടെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഞരക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ശ്രദ്ധിച്ചോളൂ, 23-ാമത്തെ വാക്യത്തിൽ
ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇവിടെ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് പറയുന്നു. ഇവിടെ പല വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, ഓക്കെ, വി ഹു ഹാവ് ദി ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ദി സ്പിരിറ്റ്, ആത്മാവിന്റെ ആദ്യ ഫലങ്ങളെ അനുഭവിച്ച നാം എന്നാണ് അതിന്റെ ശരിക്കുമുള്ള താല്പര്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, ഈ ആദ്യഫലം, ആത്മാവെന്ന ആദ്യഫലം അല്ലെങ്കിൽ ആദ്യദാനം, ഫസ്റ്റ് ഫ്രൂട്ട്സ്, നമുക്കറിയാം. ആദ്യഫലത്തിന്റെ നീരാജനത്തെക്കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഒരു വലിയ കൊയ്ത്തിന് മുന്നോടിയായിട്ട് ആദ്യഫലം അവർ ദൈവാലയത്തിലേക്ക് കൊയ്ത് കൊണ്ടുവരികയാണ്. ദൈവസന്നിധിയിൽ അതിനെ നീരാജനം ചെയ്യുകയാണ്. അപ്പൊ ആദ്യഫലം എന്ന് പറയുന്നത് ആദ്യമുണ്ടാകുന്ന ഫലം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ ഫീൽഡിനകത്ത് അല്ലെങ്കിൽ ആ നിലത്തിനകത്ത് ഏറ്റവും മെച്ചമായിട്ടുള്ള ഒരു 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 കാര്യത്തെയാണ് അവിടെ കൊണ്ടുവരുന്നത്. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ക്രോപ്പാണ് എന്തിനു വേണ്ടി എടുക്കുന്നത്, അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ആത്മാവിനെ കുറിച്ച് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്നാണ്. അത് ശരിയാണ്, ആദ്യദാനമാണ്. ആത്മാവിനാലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ആത്മാവാണ് ഒരു വ്യക്തിയെ ആ ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാം. ആത്മാവിനെ നൽകിക്കൊണ്ടാണ് അവൻ പുനർജീവനം അല്ലെങ്കിൽ വീണ്ടും ജനനം വ്യക്തിയിൽ സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവെന്ന ആദ്യദാനം ഫസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ദൈവത്തിന്റെ ദാനമായിട്ട്, ദൈവത്തിന്റെ മുദ്രയായിട്ട്, ദൈവത്തിന്റെ അച്ചാരമായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ശരിയാണ്. എന്നാൽ ഫസ്റ്റ് ഫ്രൂട്ട് മാത്രമല്ല, അത് ബെസ്റ്റ് ഫ്രൂട്ടുമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നൽകാവുന്നതിൽ ഏറ്റവും മികച്ച ദാനമാണ് നൽകിയിരിക്കുന്നത്. ഇതിലപ്പുറം എന്തെങ്കിലും നൽകാനുണ്ടോ? ദൈവം തന്റെ ആത്മാവിനെ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് നൽകുന്നതിലൂടെ ദൈവം നൽകിയത് എന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ടത് തന്നെയാണ് ദൈവമക്കളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. അല്ലെ, നാം നേരത്തെ വായിച്ചതിൽ അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ദാനത്തെയാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, മാത്രമല്ല ആത്മാവിന്റെ ആദ്യ സ്വാധീനം മാത്രമല്ല, അതിന്റെ സമ്പൂർണമായിട്ടുള്ള സകല സ്വാധീനവും ദൈവമക്കൾക്ക് ഉറപ്പാക്കിയിരിക്കുകയാണ്. ആ രക്ഷിക്കപ്പെട്ടു, ശരിയാണ്, തീർന്നു. അത് മുദ്രയായിട്ട് നൽകി, ശരിയാണ്, അവിടെ ഇരിക്കട്ടെ, അത്രയൊക്കെ ഉള്ളൂ. ഇല്ല, ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതകാലത്തുടനീളം പിരിയാതെ വിശ്വാസിയോടുകൂടെ ഇരിക്കുക എന്ന് മാത്രമല്ല, അവനെ ശരിയായ വഴിയിൽ നടത്തുക എന്ന് മാത്രമല്ല, അവന് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ അവനെ ദൈവസന്നിധിയിൽ കളങ്കമറ്റവരായിട്ട് ആനന്ദത്തോടെ നിർത്തുവാനായിട്ട് സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവൻ മരിച്ചുപോയാൽ അവന്റെ ശരീരത്തിന്റെ പുനരുത്ഥാനം നിർവഹിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ ജീവനോടുകൂടെ ഇരിക്കുന്നെങ്കിൽ അവനിൽ വരുത്തുന്ന രൂപാന്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവ് തന്റെ മക്കളെ, ദൈവജനത്തെ, തന്റെ വിശുദ്ധന്മാരെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് കറയില്ലാത്തവരായിട്ട്, നിഷ്കളങ്കരായിട്ട് പ്രസന്റ് ചെയ്യുക, അങ്ങനെ നിർത്തുക എന്നുള്ള ദൗത്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഏണസ്റ്റ് മണിയാണ്. ഇതൊരു മുൻകൂറായിട്ട് തന്നിരിക്കും, ഒരു അഡ്വാൻസ് ആണ്. അച്ചാരം എന്നുള്ള വാക്ക് 3 സ്ഥലത്ത് നമുക്ക് ആത്മാവിനെ കുറിച്ച് പറയുന്നത് കാണുവാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ന്റെ 22 ആത്മാവിനെ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നൽകിയുമിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ന്റെ 5 എന്താ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ന്റെ 14 അവിടെ നാം ഇങ്ങനെ വായിക്കുന്ന എഫേസ്യ ലേഖനം 1-ന്റെ 14 ഓക്കെ, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവിടെയും അച്ചാരമായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് പൂർത്തീകരിക്കും എന്നുള്ള ഉറപ്പില് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്, ഓക്കെ, ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. നേരത്തെ സൃഷ്ടി കാത്തിരിക്കുന്നതും അത് തന്നെയാണ്.
ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടുകൂടെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എന്താ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. എന്താണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പുത്രത്വമായിട്ട് മാറുന്നത്? നമുക്കറിയാം, ഇന്ന് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. നാം ധരിച്ചിരിക്കുന്ന പ്രതിമ എന്ന് പറയുന്നത് ആദാമിന്റെ പ്രതിമയാണ്. മണ്ണുകൊണ്ടുള്ളവരുടെ പ്രതിമയാണ് നാം ഓരോരുത്തരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ നാം മറ്റൊരു പ്രതിമ ധരിക്കാൻ പോവുകയാണ്. എന്താ? സ്വർഗീയന്റെ പ്രതിമ ധരിക്കുവാൻ പോവുകയാണ്. ഒടുക്കത്തെ ആദാമിന്റെ പ്രതിമ നാം ധരിക്കാൻ പോവുകയാണ്. സ്വർഗീയമായ ഒരു ശരീരം നമുക്കുണ്ട്. അത് മണ്ണുകൊണ്ടുള്ളതല്ല. അത് മണ്ണുകൊണ്ടുള്ളതല്ല. പുനരുത്ഥാന ശരീരത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മണ്ണുകൊണ്ടുള്ള ശരീരമല്ല. ഇന്നത്തെ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്താ? അത് മണ്ണുകൊണ്ടുള്ളതാണ്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ, നിന്നെ നിലത്തെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. ഈ മണ്ണുകൊണ്ട് എന്താ വലിയ പ്രയോജനമൊന്നും ഭാവിയിൽ ഉണ്ടാകാൻ പോകും അല്ലെ? എന്നാൽ ദൈവത്തിന്റെ വലിയ നിക്ഷേപം നമുക്ക് ഈ മൺപാത്രങ്ങളിലാകുന്നു പകർത്തിരിക്കുന്നത്. ഈ മൺപാത്രങ്ങളിൽ വളരെ ഫ്രജൈലായ, ഈ വളരെ പരിമിതികളുള്ള ഈ മൺപാത്രങ്ങളിൽ ദൈവം തന്റെ വലിയ ശക്തി പകർന്നിരിക്കുകയാണ്. മാത്രമല്ല, ഇത് മരണത്തിനധീനമായ ശരീരമാണ്. ഇത് മരണത്തിനധീനമായ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ഇത് മരണത്തിന് വിധിക്കപ്പെട്ട ശരീരമാണ് അല്ലെ? ഇത് മരിക്കുവാനുള്ള ശരീരമാണ്. ഇത് നിത്യജീവന് പറ്റിയ ശരീരമൊന്നും അല്ല. ഇത് മർത്യമായതാണ്. നാം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഈ മർത്യമായത് അമർത്യത്വത്തെ ധരിക്കണം. അപ്പൊ നാം ധരിക്കുവാൻ പോകുന്ന ആ ശരീരം എന്ന് പറയുന്നത് അമർത്യത്വം ഉള്ള, അല്ലെങ്കിൽ ഇനി മരിക്കുവാൻ സാധിക്കാത്ത ശരീരമാണ്. ആ ശരീരത്തെയാണ് നാം പ്രാപിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത, ഇന്ന് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താ? ക്ഷയമുള്ള, വാട്ടമുള്ള, അല്ലെങ്കിൽ ശോഭയില്ലാത്ത, പരിമിതികളുള്ള, രോഗത്തിന് വിധേയമായിട്ടുള്ള മർത്യമായ ഒരു ശരീരമാണ്. അത് തേജസ്സില്ലാത്ത ശരീരമാണ് അല്ലെ? ഇന്ന് തേജസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വലിയ മാർഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങുകളിൽ നമ്മൾ സാധാരണ തേജസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താ? ലൈറ്റ്, നല്ല പ്രോപ്പർ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യം അല്ലെ? അല്ല, മറ്റൊരു സ്ഥലത്ത് നാം നമ്മെ തന്നെ ഒരുക്കി നിർത്താറുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അത് എന്ത് ചെയ്യുന്നില്ല? സ്ഥായി ആയിട്ടുള്ള തേജസ്സുള്ളത്. എന്നാൽ ലഭിക്കാൻ പോകുന്ന, ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം എന്ന് പറയുന്നത് എന്താണ്? അത് ഗ്ലോറിഫൈഡ് ബോഡി, തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. തേജസ്സുള്ള ശരീരമാണ് ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവൻ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കുറവുകൾ, പരിമിതികൾ, ബലഹീനതകൾ, പാപം ഒക്കെ അതിന് വിധേയമായ ഒരു ശരീരം അല്ലെ? മരണത്തിന് അധീനമായ ശരീരം എന്ന് മാത്രമല്ല, പാപത്തിന്റെ സകല പ്രലോഭനങ്ങൾക്കും വിധേയമാകുന്ന ശരീരമാണ്. അതിന് സാധ്യതയുള്ള ശരീരമാണ് ഇന്ന് നമുക്കുള്ളത്. എന്തുകൊണ്ടാ? നാം ഇന്ന് ജീവിക്കുന്നത് പാപത്തിന്റെ സാന്നിധ്യത്തിലാണ്. മാത്രമല്ല, നമ്മുടെ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നും ഒരു വിശ്വാസിൽ കുടികൊള്ളുന്നതാകിയാൽ പാപത്തിനോടുള്ള ഒരു ക്രേവിങ്, ഒരു 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 ആകർഷണം ഈ ശരീരത്തിനുണ്ട് അല്ലെ? എന്നാൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാത്രമല്ല, അതിന് പ്രേരണ നൽകുന്ന സകല സംവിധാനത്തിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുകയാണ്. ഒരു പെർഫെക്റ്റ് റിഡംഷൻ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വിശ്വാസിയിൽ നല്ല പ്രവൃത്തിയെ അവൻ ആരംഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ നാളോളം അവൻ അതിനെ തികയ്ക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ ഉറച്ചിരിക്കുന്നു. ഫിലിപ്പി ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പൂർത്തീകരണത്തിലേക്ക് വരുവാൻ പോവുകയാണ്. ആ ഒരു സംഭവത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രൻ. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് അതിനെക്കുറിച്ച് യേശു കർത്താവ് ഒരു പരാമർശം നടത്തുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. 20-ന്റെ 36-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. ഓക്കെ, ഇവിടെ
കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടുള്ള ബന്ധത്തിലാണ്. പുനരുത്ഥാനത്തിന് ശേഷം ആർക്ക് ഭർത്താവായിരിക്കും, ആർക്ക് ഭാര്യയായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യത്തിന്റെ മുമ്പാകെ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ. ഓക്കെ. എങ്കിലും ആ ലോകത്തിന് മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. ഓക്കെ. അപ്പൊ പുനരുത്ഥാനത്തിനെ കുറിച്ച് പറയാം. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ഇവിടെ യേശു കർത്താവ് അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. ശ്രദ്ധിച്ചോണേ, ദൈവദൂത തുല്യരും ദൈവപുത്രന്മാർ. ഈ ദൈവദൂത തുല്യർ എന്ന് പറയുന്നതിന്റെ ആശയം എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിന് ശേഷം വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. ദൈവദൂതന്മാരുടെ ആ ഒരു സ്റ്റാറ്റസിലാണ് വൈവാഹിക അവസ്ഥ നിൽക്കുന്നത്, അല്ലെ? എന്നാൽ അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ കേവലം ദൈവദൂതന്മാരാക്കുമെന്നല്ല. ഓക്കെ. വൈവാഹിക സ്റ്റാറ്റസിൽ ദൈവപുത്ര തുല്യന്മാരാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാന പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രന്മാരായിരിക്കും, സൺസ് ഓഫ് ഗോഡ്. അത് തന്നെയാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ സൃഷ്ടി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. അപ്പൊ പുനരുത്ഥാന പുത്രന്മാരാകുക, അവർ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. ഓക്കെ. ലൂക്കോസിന്റെ സുവിശേഷം 21:28 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 21:28 വാക്യം. അന്ത്യകാല സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ. ഓക്കെ. 26 മുതലുള്ള വാക്യം. ആകാശത്തിന് ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോട് മഹാതേജസ്സോടുകൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കും. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരും. എന്ത് വീണ്ടെടുപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അടുത്ത് വരുന്ന വീണ്ടെടുപ്പ് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾക്ക് ലഭ്യമാകുന്ന പുനരുത്ഥാന ശരീരത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. അത് നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കും. അപ്പോ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്നത് കർത്താവിന്റെ വരവിങ്കൽ അവന്റെ വിശുദ്ധന്മാർ, ദൈവജനം പുനരുത്ഥാന ശരീരികളായിട്ട് അവന്റെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട ശരീരികളായിട്ട് അവന്റെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീണ്ടെടുപ്പ് സാധിക്കും. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കും. എഫേസ്യർ 4:30 വാക്യത്തിൽ നാം പലപ്പോഴും പരാമർശിച്ച ഒരു വാക്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ വീണ്ടെടുപ്പ് നാളിനായിട്ട് നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നത്. ഈ വീണ്ടെടുപ്പിന്റെ വില കാൽവറി ക്രൂശിൽ ദൈവം നൽകിക്കഴിഞ്ഞു. അത് ഓൾറെഡി നൽകിക്കഴിഞ്ഞതാണ്. ഇനി കൂടുതൽ വിലയൊന്നും നൽകാനായിട്ടില്ല. എന്നാൽ അതിന്റെ വിടുതൽ ലഭ്യമാകുന്നത്, അത് പരിപൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? വീണ്ടെടുപ്പ് വില നൽകി. യേശു കർത്താവിന്റെ ക്രൂശിലെ വീണ്ടെടുപ്പിന്റെ വേല അവൻ ഇറ്റ് ഈസ് ഫിനിഷ്, പൂർത്തീകരിക്കപ്പെട്ടു. അതിന്റെ മറുവില നൽകിക്കഴിഞ്ഞു. വീണ്ടെടുപ്പ് വിലയെല്ലാം നൽകിക്കഴിഞ്ഞു. അത് ദൈവം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നാൽ അത് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതുവരെ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് അതുവരെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈവൻ വി ഗ്രോൺ വിത്തിൻ അവർസെൽഫ്, ഉള്ളിൽ ഞരങ്ങുന്നുണ്ട്. വി സൈ ഫോർ ഡെലിവറൻസ്. നിങ്ങളുടെ ദൈവമക്കളിൽ ഈ ഒരു ഞരക്കം അനുഭവപ്പെടുന്നുണ്ടോ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഞരക്കം, ഒരു ആകാംക്ഷ. അതോ ഇത് നമ്മളെ അല്പം പോലും ബാധിക്കുന്നില്ല എന്നും? യേശു കർത്താവിന്റെ വരവും നമ്മുടെ തേജസ്കരണവും ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രത്യാശയുടെ വിഷയങ്ങളായിട്ട് തീരുന്നില്ല എങ്കിൽ, അതിനുള്ള ഒരു ആകാംക്ഷ ഉള്ളിൽ നാം സൂക്ഷിക്കുന്നില്ല എങ്കിൽ നാം എത്രയോ പരാജിതരാണ് എന്നുള്ള കാര്യം നാം ഓർക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് 7-ാമത്തെ അധ്യായത്തിൽ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ
തന്റെ അനുദിന പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ, താൻ അനുഭവിക്കുന്ന പാപത്തോടുള്ള ബന്ധത്തിൽ, തന്റെ ശരീരത്തിന്റെ പ്രേരണകളും ആ ഒരു വലിവും സംഘർഷങ്ങളും ഒക്കെ താൻ അനുഭവിച്ചിട്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്രോണിങ്. ഒരു വിശ്വാസിയുടെ ഈ ലോക ജീവിതത്തിലെ ഗ്രോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ പർപ്പസ് നിർവഹിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ, അതിന് നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ നമുക്ക് പ്രതികൂലമായിട്ട് മാറുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഉയരത്തിലേക്കുള്ള ഒരു വലിവാണ്, ഒരു 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 കാത്തിരിപ്പാണ്, ഒരു നോട്ടമാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു ആഗ്രഹമാണ്. അതാണ് ഗ്രോണിങ് എന്ന് പറയുന്നത്. ഉള്ളിൽ ഞരങ്ങുന്നു. ഈ ഞരക്കം നാം എല്ലാവരും, എല്ലാ വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ ഒരനുഭവത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അനുഭവത്തിൽ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും പല ഘട്ടങ്ങളിലെങ്കിലും ഈ ഞരക്കം നമ്മെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജരാനരകൾ നമ്മെ ബാധിക്കുമ്പോൾ, രോഗം നമ്മെ പിടിപെടുമ്പോൾ, നാം നമ്മുടെ ശരീരം കായക്ലേശം അനുഭവിക്കുമ്പോൾ, നാം സാമ്പത്തികമായിട്ട് ജനിക്കുമ്പോൾ, നാം മാനസികമായിട്ട് ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ, ഒരുപക്ഷെ മറ്റുള്ള ശത്രുക്കൾ, സുവിശേഷത്തിന്റെ വിരോധികൾ നമുക്കെതിരെ ആക്രോശിക്കുമ്പോൾ, ഇല്ല നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്ന എതിരുകളും വൈരികളും വിരോധങ്ങളും ഒക്കെ, ആ സമയത്തൊക്കെ നാം എങ്ങനെയാ പ്രതികരിക്കുന്നത്? അയ്യോ കർത്താവെ അങ്ങ് വന്നെങ്കിൽ. പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യത്തിൽ എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ ഒരു ഞരക്കമുണ്ട്. എന്താ? എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, സകല മനുഷ്യരും, ലോകത്തിലെ സകല മനുഷ്യരും ആ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിനൊരു പ്രതിവിധി? എന്താണ് ഇതിനൊരു മാറ്റം? എന്താണ് ഇതിനൊരു പോംവഴി? നാം അതിനുവേണ്ടി പല സൊല്യൂഷൻസും ഒക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിലെ ഞരക്കം, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. മാത്രമല്ല അത് നാം വളരെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വലിയ ഏണസ്റ്റ് മണിയായിട്ട്, അച്ചാരമായിട്ട് നൽകിക്കൊണ്ട് വലിയ മുതൽ മുടക്ക് ദൈവം നടത്തിയിരിക്കുന്നുവെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്നും കർത്താവിന്റെ ഒരു വലിയ ആഹ്വാനം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അതേ ഈ വചനം സാക്ഷീകരിക്കുന്നവൻ, ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്റെ വചനത്തിലൂടെ നമ്മ ഓരോരുത്തരോടും അരുളി ചെയ്യുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. Behold, I come quickly. അവിടെ നമ്മുടെ പ്രതികരണം എന്താ? ആമേൻ കർത്താവായ യേശുവേ വരാം. നിങ്ങളൊരു ഇതാണ് വലിയ പ്രത്യാശ, വലിയ പ്രതീക്ഷ. നാം തുടങ്ങിയത് എന്താ? നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ ലോകത്തിലെ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പ്രിയമുള്ളവരെ, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടിട്ടുള്ള അനധിവിദൂര ഭാവിയിൽ വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പാകെ നിലനിൽക്കുമ്പോൾ, അത് നമ്മുടെ മുമ്പിൽ വലുതായിട്ട് അത് വലിയ വികസിത രൂപത്തിൽ നമ്മുടെ മുമ്പാകെ നമുക്ക് കാണുവാൻ സാധിച്ചാൽ, അതിനു മുമ്പുള്ള നൊടി നേരത്തേക്ക് അത്യന്തം ലഘുവായ കഷ്ടം, അത്യന്തം അനധിയായി തേജസ്സിന്റെ നിത്യകരം പ്രാപിക്കുവാനായിട്ട് എന്നെ പ്രാപ്തനാകും. ഇത് വളരെ പെട്ടെന്ന് തീരും. ഒരുപക്ഷെ നാം ദീർഘനാളുകൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, ശാരീരിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കും. എന്നാൽ ഇതൊക്കെ നിത്യതയോടുള്ള ബന്ധത്തിൽ ഒന്ന് തുലനം ചെയ്ത് നോക്കിയാലോ? സാരമില്ല അല്ലെ? കർത്താവ് വേഗം വരും, ഇത് പെട്ടെന്ന് തീരും. നമ്മുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയോളൂ. ഇപ്പോൾ എനിക്ക് വയസ്സ് 53 കഴിഞ്ഞു. 53 വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പെട്ടെന്നാ പോയത്? ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ
പ്രായമുള്ളവരിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ 60-70 വർഷങ്ങൾ ഒരു മിന്നായം പോലെ കടന്നുപോയില്ലേ. എന്നാൽ ചെറുപ്പകാലത്ത് നമ്മൾ വിചാരിച്ചത് എന്താ, ജീവിതം വളരെ ദൂരമുണ്ട്, വളരെ ദീർഘദൂരം യാത്ര ചെയ്യുവാനുണ്ട് എന്നൊക്കെയാണ്. ഇല്ല ഇല്ല, അത് വേഗം തീരുകയും നാം പറത്തു പോവുകയും ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. ആന്റിസിപ്പേറ്റിംഗ് ദി കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിപ്പാണ്. എന്നാൽ ഇതിന് മറ്റൊരു മറുവശം, ഞെരുക്കം അല്ലെങ്കിൽ അതിനുള്ള കാത്തിരിപ്പ്, ആകാംക്ഷ, ഇതൊക്കെ തന്നെ. എന്നാൽ കർത്താവ് നമ്മെ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം, ഞരക്കം നല്ലതാണ്, എന്നാൽ ഒരുക്കമുണ്ടോ? ഒരുങ്ങിയിരിപ്പിൻ. കർത്താവ് ഏത് നാഴികയിൽ വരുന്നുവെന്ന് അറിയായകയാൽ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. നാം കാത്തിരിക്കുന്നവരാണ്, സംശയമൊന്നുമില്ല. എന്നാൽ കാത്തിരിപ്പിന്റെ പിന്നിൽ ഒരുക്കം ഉള്ളവരായിരിക്കാൻ ഒരുങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ വാക്കുകളെ തൽക്കാലം നിർത്തുന്നില്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. നാം അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച്. കാണുന്നത് പ്രത്യാശയല്ല. കാണുന്ന കാര്യത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നത് എന്തിനാ ചോദിക്കുന്നത്, അല്ലെ? കാണാത്തതിനായിട്ട് പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കും, അക്ഷമരായിട്ട് തീരാതെ വണ്ണം, ഞെരുക്കങ്ങളിൽ തളർന്നു പോകാതെ വണ്ണം, വെറുപുറത്ത് പോകാതെ വണ്ണം ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുവാനായിട്ട് ആവശ്യം. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ചർച്ച പോകുന്നത്. സൃഷ്ടിയുടെ ഒരു വിലയിരുത്തൽ, ഒരു കാത്തിരിപ്പ്. അത് ദൈവമക്കളെ കുറിച്ചും അതിന് വലിയ കാത്തിരിപ്പാണ്, വലിയ ആശയാണ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന് പറയുന്നത് അവരുടെ പ്രധാന വിഷയം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത്, ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഞരക്കം, നമ്മുടെ കാത്തിരിപ്പ്, നമ്മുടെ ആകാംക്ഷ, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അത് യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ്. അതിനകത്ത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ തകിടം മറിക്കുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ സാധിക്കും. നാം മുമ്പ് ഉദ്ധരിച്ച വാക്യം, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, പുത്രത്വം പ്രാപിക്കുന്നത്, പുനരുത്ഥാന പുത്രന്മാരായിട്ട് വിശ്വാസികൾ തീരുവാനായിട്ട് പോവുകയാണ്. അത് വേഗം സംഭവിക്കാൻ പോകുന്ന ഒരു യാത്ര. അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനും ഉത്തരവാദിത്വത്തോടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാനും ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം എന്നും വാഴ്ത്തും.